ഹായ് ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞ മൊഡ്യൂളിന്റെ നമ്മളെ സിലബസ് പ്രകാരം നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. സിലബസ് പ്രകാരം മാത്രമാണ് ഇത് വെക്ടർ സ്പേസിന്റെ ഒരു അവസാന ഭാഗമാവുന്നത്. ശരിക്കും വെക്ടർ സ്പേസിന്റെ വെറും ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആണെന്നോട് ഒരു മൊഡ്യൂളായി മാത്രമേ നമ്മൾ ഈ ലീനിയർ ആൽജിബ്ര അല്ലെ വെക്ടർ സ്പേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഗ്രാംഷിറ്റ് ഓർത്തോഗനൈസേഷൻ പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, നമുക്ക് ബേസിസ് എന്താ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി ഒരു ബേസിസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഓർത്തോഗോണൽ ആയിട്ടുള്ള ഓർത്തോനോർമൽ ആയിട്ടുള്ള ഒരു ബേസിസിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ഗ്രാംഷിറ്റ് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാംഷിറ്റ് പ്രോസസ്സിന് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു തിയറം ഡിസ്കസ് ചെയ്യാണ്ട് ആ തിയറം ത്രൂ നമ്മൾ ആ പ്രോസസ്സിലേക്ക് പോകും. ഓക്കെ, തിയറത്തിൽ വരുന്ന മുന്നേ നമുക്കറിയാം കോർഡിനേറ്റ് റിലേറ്റീവ് ടു എൻ ബേസിസ്. അതെന്താ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. അതെന്തായിരുന്നു? നമുക്കറിയാം ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിനൊരു ബേസിസ് ഉണ്ടാവും അല്ലെ. അറ്റ്ലീസ്റ്റ് വൺ ബേസിസ് എങ്കിലും നമുക്ക് പറയാൻ പറ്റും. ആ ബേസിന്റെ പ്രത്യേകത എന്താ? ആ വെക്ടർ സ്പേസിൽ ഏതൊരു എലമെന്റ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് യൂണിക് ആയിട്ട് ആ ബേസിസിലെ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടാക്കല്ലേ. ആ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെലാർസ് വിത്ത് റെസ്പെക്ട് ആ ബേസിസ് അത് യൂണിക് ആയിരിക്കും അല്ലെ. ആ സ്കെലാറിന്റെ സെറ്റിനെയായിരുന്നു കോർഡിനേറ്റ് ഓഫ് ദാറ്റ് ബേസിസ് എന്ന് പറയാം അല്ലെ. കോർഡിനേറ്റ് റിലേറ്റീവ് ടു ദാറ്റ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബേസിസ് ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ നമ്മളുടെ ഈ ഒരു കോർഡിനേറ്റ് റിലേറ്റീവ് ടു ആൻ ബേസിസ് അല്ലെ, നമ്മൾ ആ സ്കെലാറിന്റെ സെറ്റ് ഉണ്ടല്ലോ, അതിന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ല അതിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ, അല്ല അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഈ തിയറത്തിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ തിയറത്തിന്റെ പേര് കോർഡിനേറ്റ് റിലേറ്റീവ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ് ആട്ടോ. അപ്പോ ഓർത്തോനോർമൽ ബേസിസ് ആണ് നമ്മളെ കയ്യില്. അപ്പം സാധാ ബേസ് ആണ് നമുക്കറിയാം എന്താണ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ലീനിയർ കോമ്പിനേഷന്റെ സ്കെലാർസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മൾ ഇതൊക്കെ പറയുന്നത് യൂക്ലിഡിയൻ സ്പേസിലാണ്, Rnലാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, എൻ സ്പേസിലാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ Rn ഒരു ബേസിസ് ഉണ്ട്. സപ്പോസ് B is equal to W1 W2 എക്സെട്രാ Wn. ഓക്കെ, Rn ആയതുകൊണ്ട് ഈ W1 ഉം W2 ഒക്കെ എന്താണ്, ഒരു n ടപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ W1 W2 Wn ആണ് നമ്മളെ ബേസിസിലെ വെക്ടേഴ്സ്, എലമെന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ്. ഈസ് എൻ ഓർത്തോനോർമൽ ബേസിസ്. ഓക്കെ, B എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണ്. അതാണ് നമ്മളെ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, if u is any vector in Rn, അപ്പൊ Rnൽ ഏതോ ഒരു വെക്ടർ ആണ് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ u എന്ന് പറഞ്ഞ ഏതോ ഒരു വെക്ടർ ആണല്ലോ, അപ്പൊ ആ യുവിനെ നമുക്ക് ആ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും നമുക്കറിയാം. അപ്പൊ അത്ര ബേസിക് കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ തിയറം പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഒരു R എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ്, അതിനൊരു ഓർത്തോനോർമൽ ബേസിസ് ആയിട്ടുള്ള ഒരു B, അതിൽ എലമെന്റ് ആണ് W1 W2 എക്സെട്രാ Wn. ഒക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെക്ടറിൽ Rnലെ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ u എടുത്തു കഴിഞ്ഞാൽ ആ യുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. യുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? u is equal to u ഇന്നർ പ്രോഡക്റ്റ് W1 into W1. ഓക്കെ, u into ഇന്നർ പ്രോഡക്റ്റ് W1 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കെലാർ ആണ് വരിക. അപ്പോൾ ഈ സാധനത്തിനെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ into W1 ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ u ഇന്നർ പ്രോഡക്റ്റ് W1 into W1. ഓക്കെ, ഈ ഒരു സാധനം സ്കെലാർ ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ W1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നർ പ്രോഡക്റ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ സ്കെലാർ ആവും. അപ്പൊ സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും അടുത്ത സ്കെലാർ കൊണ്ട് W2 നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ nth സ്കെലാറിനെ എടുക്കുന്നു, Wn നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു നമുക്ക് പ്രൂഫിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ വെച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും. നമുക്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടർ സ്പേസിൽ ഒരു എലമെന്റ് ആണ് അല്ലെ. ആ വെക്ടർ സ്പേസിൽ ഒരു എലമെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലെ. ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ഒരു K1 into W1 പ്ലസ് K2 into W2 എക്സെട്രാ പ്ലസ് Kn into Wn എന്ന് എഴുതാൻ പറ്റുക. ഇവിടെ സംഭവം അത് തന്നെയാണ്. ഇവിടെ ഈ യുവിനെ ഈ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് യൂണിക് റെപ്രസെന്റ് ചെയ്താണ്. അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ എടുക്കുന്ന ആ സ്കെലാറിനെ
K1 എന്ന് പറഞ്ഞ സ്കേലാറിനെ നമുക്ക് U.W1 നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു വെക്ടറിനെ നമുക്ക് ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്ന അറിയുള്ളൂ. പക്ഷെ ഏതൊരു വെക്ടറിനും ഇന്ന സ്കേലാർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുക. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് അതിന്റെ ലീനിയർ കോമ്പിനേഷനിലെ ഫസ്റ്റ് സ്കേലാറിനെ നമുക്ക് U.W കണ്ടോ, U എന്താ നമ്മൾ എടുത്തിരിക്കുന്ന വെക്ടറാണ്. അതിനെ ഈ ബേസിസിലെ ഫസ്റ്റ് വെക്ടറിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മളെ ഫസ്റ്റ് സ്കേലാർ. അപ്പം ഫസ്റ്റ് സ്കേലാർ ഇൻറ്റു W12. സെക്കൻഡ് സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന യുവിനെ W2 കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്തായിരിക്കും. അപ്പോൾ ഇതാണ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിസിനെ ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു ബേസിസിനോട് നമ്മൾ ചെയ്യുന്ന ലീനിയർ കോമ്പിനേഷൻ, അതായത് ഇതൊക്കെ കോർഡിനേറ്റ് റിലേറ്റീവ് ടു എൻ ഓർത്തോനോർമൽ ബേസിസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട യുവിനെയും നമ്മളെ ബേസിസും ഉണ്ടെങ്കിൽ നമുക്ക് ആ കോർഡിനേറ്റ്സിനൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതാണ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രൂഫ് എങ്ങനെയാ പോകുന്നത് നോക്കാം. ഓക്കെ, സിൻസ് ബി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇതിന്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ്. ഓക്കെ, ഇനി ബി ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, സ്പാൻ ബി ആണ്. എന്താ ബേസിസിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റൂ അല്ലെ. ബി എന്ന് പറഞ്ഞ ബേസിസ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് സ്പാൻ ചെയ്യുകയും ചെയ്യും. ഇനി നോക്കാം, ബി എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ ആണ്. നോർമ് 1 ആയിരിക്കും. അത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിസിൽ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും 0 വരും. അത് വെച്ച് നമുക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു ബി ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് നമുക്ക് എന്ത് പറയാം, അതിലത്തെ എലമെന്റ് ആണ് WI യും WJ ഒക്കെ അല്ലെ. അപ്പൊ ഏത് രണ്ട് എലമെന്റ് WI യും WJ യും ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. ഓക്കെ, ഫോർ നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, അതേപോലെ നോം WI എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഐയും ജെയും ഈക്വൽ ആയാലുള്ള പ്രശ്നം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു മ്യൂച്വലി അത് ഓർത്തോഗണൽ ആവാന്ന് പറഞ്ഞാൽ W1 ഉം ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ 0 എന്നല്ല, W1നോട് വേറെ ഏതൊരു ബേസിൽ എലമെന്റ് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താലും 0 ആവണം. ഈ W1 ഇന്നർ പ്രൊഡക്റ്റ് W1 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും വരിക? അത് ഈ നോം സ്ക്വയർ എന്നാണ് വരിക. അതൊക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ ചർച്ച ചെയ്യാം. അത് വിടാം. എന്തായാലും നമുക്ക് എന്തിവിടെ പറയാം, ഈ ഫ്രം ദ ഡെഫിനിഷൻ നമുക്ക് ആ തിയറത്തിൽ നിന്ന് തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫ്രം ദി തിയറം അതിലെ ഇനീഷ്യൽ കാര്യങ്ങളാണ് എന്തായിരുന്നു, നമ്മളെ ബേസിസ് എന്ന് പറയുന്നത് ഓർത്തോനോർമൽ ബേസിസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ പറയാൻ പറ്റും അല്ലെ. ഇനി നോക്കാം, ലെറ്റ് യു ബി എനി വെക്ടർ ഇൻ ആർ. അപ്പൊ നേരത്തെ തിയറത്തിൽ പറഞ്ഞ പോലെ നമ്മൾ യു എന്ന് പറഞ്ഞ ഒരു വെക്ടർ റാൻഡംലി എടുത്തു. ഇനി സ്പാൻ ബി ഈക്വൽ ടു RN ആണ്, അതായത് ബേസിസ് ആണ്. അതുകൊണ്ട് ബേസിസ് RN മൊത്തം സ്പാൻ ചെയ്യും. ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ബേസിസ് നമുക്ക് ഇത് പറയാൻ കഴിയും അല്ലെ. ഇനി നോക്കുന്ന ഇതിലെ നമ്മൾ പ്രൂഫ് ചെയ്തുമ്പോൾ ഈച്ച് ലൈൻ എന്തുകൊണ്ടാ വന്നെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകും. അങ്ങനെ പ്രൂഫ് ചെയ്താൽ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് ഒരു എനി വെക്ടർ ആയതുകൊണ്ട് നമുക്ക് ഇതിലെ ബേസിസിലെ എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ് ഓഫ് ബി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, യുവിനെ നമുക്ക് എന്ത് ചെയ്താം, K1 ലീനിയർ കോമ്പിനേഷൻ ആക്കി റെപ്രസെന്റ് ചെയ്യാണ് നമ്മുടെ ബേസിസുകളുടെ. കണ്ടോ, അവിടെ ഈ K1കളാണ് നേരത്തെ എന്ത് ചെയ്താൽ നമ്മൾ തിയറത്തിൽ പറഞ്ഞ പോലെ ഈ K1 ആണ് U.W1 നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് നമ്മളെ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഈ K2 ആണ് U.W2 എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഇത് ആ തിയറം പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ തിയറത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി നമ്മൾ യുവിനെ നമ്മളെ ബേസിസ് വെച്ച് ലീനിയർ കോമ്പിനേഷൻ വെച്ച് യൂണിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് U is equal to K1W1 plus K2 into W2 plus etc plus KNW എന്നുള്ളത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നോക്കാം, I is equal to 1 2 n. അത് ഓരോ നമ്മളെ ബേസിസുകൾ n എണ്ണം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ബേസിസ് W എടുത്തു. ഇനി U into WI എന്താ നമ്മൾ കണ്ടുനോക്കിയപ്പോൾ U into WI U ഇന്നർ പ്രൊഡക്റ്റ് W. ഓക്കെ, സാധാരണ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ അല്ല കേട്ടോ, ഇന്നർ പ്രൊഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. U.WI U ഇന്നർ പ്രൊഡക്റ്റ് WI എന്താ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ WI എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസിസിൽ ഒരു എലമെന്റ് അല്ലെ. അപ്പൊ നമുക്ക് ഈ യുവിനെ ഇതാണ് കാണാൻ പോകുന്നത് കേട്ടോ, ഇതെന്താണ്. അപ്പൊ യുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ യു എന്താണ് അതിവിടെ പുട്ട് ചെയ്യുന്നത്. കാരണം യു നമുക്ക് ലീനിയർ കോമ്പിനേഷൻ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് K1W1 plus K2W2 etc KNW എന്ന് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് WI. ഓക്കെ ആണല്ലോ. ഇനി ഈ WI ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇന്നർ പ്രൊഡക്റ്റ് അല്ലേ. അപ്പം K1നെ പുറത്ത് K1 സ്കാലർ ആണ്, W1 ഇന്നർ പ്രൊഡക്റ്റ് WI. നമുക്ക് എന്തറിയാം, ഈ WIകൾ എന്നൊക്കെ എന്താണ്, WIകളൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിസിലെ എലമെന്റ് ആണ്. അത് ഓർത്തോ
നോർമൽ ആണ്. അപ്പൊ WI യും WT WI into WI ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് എന്താക്കാം, WI ഒക്കെ ബാക്കിയെല്ലാം അത് എന്തായിരിക്കും. അപ്പോൾ ഇവിടെ WI into W1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ നോം ഓഫ് ഈച്ച് ബേസിസ് എലമെന്റ് 1 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വേറെ ഓർത്തോനോർമൽ ആയതുകൊണ്ട് WI വേറെ ഏത് ബേസിൽ എലമെന്റ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താലും 0 വരും. അപ്പൊ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഉള്ളിലോട്ട് എടുക്കുകയാണ്. അപ്പൊ നോക്കുക, ഇവിടെ ith പൊസിഷനിലുള്ള WI into WI ബാക്കിയെല്ലാം 0 ആവും. WI into WI എന്ന് പറഞ്ഞാൽ നോം WI സ്ക്വയർ എന്നാണ് വരിക അല്ലെ. അത് നോമിന്റെ ഡെഫിനേഷൻ വെച്ച് നോക്കിയാൽ റൂട്ട് കയറുന്നുള്ളൂ അല്ലെ. അപ്പം WI into WI ഒന്ന് എഴുതി നോക്കിയാൽ മതി. WI into WI എങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഒരു എൻഡപ്പിളാക്കി എഴുതി നോക്കിയാൽ മതി. അപ്പൊ WI into WI എന്ന് പറഞ്ഞാൽ നോം സ്ക്വയർ എന്നാണ്, നോം WI സ്ക്വയർ എന്ന് വരാം. ഓക്കെ, ഇതൊരു വെക്ടറിനെയും WI ഇന്നർ പ്രൊഡക്റ്റ് WI ഇൻറ്റു അല്ല ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ബേസിസിൽ ഏത് രണ്ട് എലമെന്റ് WI ഇന്നർ പ്രൊഡക്റ്റ് WI എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് വരിക, അത് നോം WI സ്ക്വയർ ആണ് വരിക. ഇത് ഓർത്തോ നോർമൽ ബേസിസ് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും നോം 1 ആയിരിക്കും. അപ്പൊ WI ഇന്നർ പ്രൊഡക്റ്റ് WI എന്ന് പറഞ്ഞാൽ നോൺ WI സ്ക്വയർ എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊക്കെ 0 ആയിപ്പോയി. ith പൊസിഷനിലെ KI മാത്രത്തിന് മൾട്ടിപ്ലൈ 1 കൊണ്ട് വരും, ബാക്കി എല്ലാത്തിനും സ്കാലാർ 0 കൊണ്ടായി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ U into WI എന്ന് പറഞ്ഞാൽ KI. ഞാൻ പറഞ്ഞ പോലെ തന്നെ U into WI KI, അതായത് U into W1 ചെയ്ത K1, U into W2 K2 അല്ലെ. നമ്മൾ ആ n വരെയുള്ള റാൻഡംലി നമ്മൾ ജനറൽ കേസ് എടുത്തിട്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോ എത്തിരിക്കുന്നത് U ഇന്നർ പ്രൊഡക്റ്റ് W1 എന്ന് പറഞ്ഞാൽ K1, U ഇന്നർ പ്രൊഡക്റ്റ് W2 ഇസിക്കൽ K2. ഞാൻ ഈ ഇൻറ്റു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻറ്റു അല്ല, അത് ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, U into W1 എന്ന് പറഞ്ഞാൽ K1 ആണ്. അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. U എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു, K1 W1 plus K2 W2 എക്സെട്ര KN WN അല്ലെ. K1 വരെ നമുക്ക് U ഇന്നർ പ്രൊഡക്റ്റ് W1 കൊടുക്കാം, K2 വരെ U ഇന്നർ പ്രൊഡക്റ്റ് W2 എന്ന് കൊടുക്കാം, KN വരെ U ഇന്നർ പ്രൊഡക്റ്റ് WN എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മൾ ഈ തീറത്തിന്റെ ഒരു സാരം എന്താണ് പറയുന്നത്, ഒരു വെക്ടർ സ്പേസിനെ അതിന്റെ ബേസിസിന്റെ ലീനിയർ കോമ്പിനേഷൻ ഒക്കെ എഴുതാൻ പറ്റും. ആ ബേസിസ് ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ അവിടെ എടുക്കുന്ന കോർഡിനേറ്റ് റിലേറ്റീവ് ടു ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്കേലാറിനെ നമുക്ക് നമ്മൾ ആ വെക്ടറും ആ ബേസിസും വെച്ചിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ തീറം പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് B is equal to W1 W2 W3 where W1 ഉം W2 അതെന്താ, അപ്പൊ W1 ഉം W2 W3 R3ന്റെ ഒരു ബേസിസ് ആയിട്ട് വർക്ക് ചെയ്യില്ലേ. കാരണം എന്താ, ഇതൊക്കെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് 3 ടപ്പിൾ ആണല്ലേ, 3 ടപ്പിൾ R3 എലമെന്റ് ആയിരിക്കും. ഈസ് ഓർത്തോനോർമൽ ബേസിസ്. R3ന്റെ ബേസിസ് നമുക്ക് ഒറ്റയടി കാണാൻ പറ്റും. ഇത് കണ്ടിട്ട് തന്നെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ. ഇത് ഓർത്തോനോർമൽ ബേസിസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫൈൻഡ് ദ ഇതൊരു ഓർത്തോനോർമൽ ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് ഓഫ് ദ വെക്ടർ U, അപ്പൊ 3 - 2 9 എന്ന് പറയുന്ന ഈ ഒരു R3 എലമെന്റിനെ ഈ ബേസിസ് വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ അവിടെ അൺനോൺ ആയിട്ടുള്ളത്, ആ സ്കേലാറുകളാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത്. ആ സ്കേലാർ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ്, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർത്തോനോർമൽ ബേസിസ് ഇവിടെ പ്രത്യേകം തന്നുകൊണ്ട് നമുക്ക് ഈ തീറം വെച്ചിട്ട് ഈ K1 പകരം U into W1 ചെയ്താൽ മതി, K2 പകരം U into W2 ചെയ്താൽ മതി അല്ലെ. ഇവിടെയാണ് W1 W2 W3. അപ്പൊ നമുക്ക് K1 K2 K3കളാണ് കാണേണ്ടത്. അപ്പൊ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് U ഇൻറ്റു അല്ല, U ഇന്നർ പ്രൊഡക്റ്റോ, U ഇന്നർ പ്രൊഡക്റ്റ് W1 ചെയ്താൽ K1 കിട്ടി, U ഇന്നർ പ്രൊഡക്റ്റ് W2 ചെയ്താൽ K2 കിട്ടി, U ഇന്നർ പ്രൊഡക്റ്റ് W3 ചെയ്താൽ K3 കിട്ടി. അപ്പൊ നമുക്ക് യുവിനെ നമുക്ക് K1 ഉം K2 ഉം K3 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ഒന്നുമില്ല, അപ്പൊ നമ്മൾ അതിനെ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ മെത്തേഡിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ലെറ്റ് us prove that the set B is linearly independent for any 3 real number A, B, C. ഇവിടെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻസ് ഒക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇൻഡിപെൻഡൻസ് കാണുന്നതും അത് 0 ഇക്വേറ്റ് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം, എങ്ങനെയായിരുന്നു ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്നത്, നമ്മള് ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് 0 ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒറ്റൊരു സൊല്യൂഷൻ, ഈ കോൺസ്റ്റന്റുകളൊക്കെ എന്താവുന്നതാണ്, നമുക്ക് 0 ആവുന്ന മാത്രമേ സൊല്യൂഷൻ കാണിക്കണം. അത് നമുക്ക് അവിടെ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. അതൊന്ന് ഈ മോഡൽ നമ്മൾ ഇതിന് മുന്നേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാം. ഓക്കെ,
നമുക്കിത് പിന്നെ ഇതാദ്യം ഒരു ആദ്യം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് ഒരു ബേസിസ് ആണ് കാണിക്കുകയാണ്. അതിന് വേണ്ടി ആദ്യം ഇന്നർ ഇൻഡിപെൻഡൻസ് കാണിച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്താണ് സ്പാൻ ചെയ്തു എന്ന് കാണിക്കുകയാണ് അല്ലെ. സ്പാൻ ചെയ്തു കാണിക്കാൻ എന്ത് ചെയ്യണം? റാൻഡംലി XYZ എടുക്കുക. എന്നിട്ട് ഈ ഒരു സ്കേലാർസിനൊക്കെ XYZന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ നമ്മൾ നോക്കാം. ഇതിന് മുന്നേ അതേപോലെ എക്സാമ്പിൾ ചെയ്താണ്, അവിടെ നമുക്ക് കിട്ടും. അപ്പൊ സ്പാൻ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ X1 X2 X3ന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ സ്കേലാർസിനൊക്കെ. അത് നിങ്ങൾ നേരത്തെ മുന്നേ ചെയ്ത അതേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് K1 K2 K3 എന്താ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് അതിനു മുന്നേ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് ഒരു ഇത് ഓർത്തോഗണൽ ആണോ എന്നാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർത്തോഗണൽ ആണ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നർ പ്രോഡക്റ്റ് ചെയ്ത് 0 കിട്ടുന്നുണ്ടോ നോക്കണോ? അതോ അപ്പൊ W1 ഇന്നർ പ്രോഡക്റ്റ് W2 ചെയ്തിട്ട് എന്താ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇന്നർ പ്രോഡക്റ്റിന്റെ ഡെഫിനേഷനിലൂടെ ചെയ്യുക. എന്താ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് തേർഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇന്നർ പ്രോഡക്റ്റ് എടുത്താലും 0 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതൊരു ഓർത്തോഗണൽ ബേസിസ് ആണെന്ന് കിട്ടി. ഇനി ഓർത്തോ നോർമൽ ആണെങ്കിൽ എല്ലാത്തിനും നോമ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. നോമ് കാണാൻ നോമിന് ഡെഫിനേഷൻ കൊടുക്കുന്നു. അതിൽ ഈച്ച് കോർഡിനേറ്റിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ എല്ലാത്തിലും 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? ബേസിസ് ആണ് കാണിക്കാൻ വേണ്ടി ലീനിയർലി ഇൻഡിപെൻഡൻസ് സ്പാൻ ചെയ്യാൻ നമ്മൾ ചെയ്തു. അതിനുശേഷം ഇത് ഓർത്തോ നോർമൽ ആണ് കാണിച്ചു. ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെ എടുത്താലും 0 എന്ന് കാണിച്ചു. അതിനുശേഷം നോമ് 1 ആണെന്നും കാണിക്കാം. ഒക്കെ ജസ്റ്റ് അൽജിബ്രിക് സാധനങ്ങൾ പോകുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ K1 K2 കാണാൻ വേണ്ടിയിട്ട് K1 കാണാൻ U ഇന്നർ പ്രോഡക്റ്റ് W1 ചെയ്യുക. U ഇതാ, W1 ഇതാ. ഇന്നർ പ്രോഡക്റ്റ് ചെയ്യുന്നു, നമുക്ക് 10/√3 കിട്ടുന്നു. U ഇന്നർ പ്രോഡക്റ്റ് W2 ചെയ്യുന്നു, K2 കിട്ടുന്നു. U ഇന്നർ പ്രോഡക്റ്റ് W3 കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയതാൻ വേണ്ടി W1 റെപ്രസെന്റ് ചെയ്തിട്ട് അതിന്റെയൊക്കെ K1 K2 K3 നമ്മൾ എഴുതുന്നു. ഓക്കെ, ഒന്നുമില്ല, നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. വലിയ ക്വസ്റ്റ്യൻ ആയി തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതിന് മുന്നേ പ്രാക്ടീസ് ചെയ്ത പ്രോബ്ലത്തിന്റെ പോലെ തന്നെയാണ്. ഒന്നുമില്ല, അതിൽ പുതിയതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൂളും കൂടി ചെയ്യാൻ പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു തിയറം യൂസ് ചെയ്തതേ ഉള്ളൂ. ഷോ ദാറ്റ് ബി ഈ ഒരു W1 W2 W3 സെറ്റ് നമുക്ക് എന്താ കാണിക്കണം? ഓർത്തോനോർമൽ ബേസിസ് ഓഫ് R3 എന്ന് കാണിക്കണമായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ ബേസിസ് ആണ് കാണിച്ചു, പിന്നെ ഓർത്തോനോർമൽ ആണ് കാണിച്ചു അല്ലെ. പിന്നെ ഇതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള എന്താണ് കോർഡിനേറ്റ് റിലേറ്റീവ് ടു ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലെ. അതിനൊക്കെ നമ്മൾ ഡയറക്റ്റ് ഫോർമുല ജസ്റ്റ് പുട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ, നോം എങ്ങനെ കാണുന്നൊക്കെയുള്ള ഡെഫിനേഷനോട് മാത്രം പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് +2 മാത്തമാറ്റിക്സ് മാത്രം. ആ പ്രോബ്ലം നമ്മൾ വായിച്ചു നോക്കാം. ഇനി അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സാധനത്തിലേക്കാണ് പോകുന്നത്. അത് ഗ്രാം-ഷീറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ് എന്നാണ്. ഓക്കെ, ഗ്രാം-ഷീറ്റ് ഓർത്തോഗണലൈസേഷൻ എന്ന് പറയുന്നത് ഗ്രാമും ഷിൻഡിലും എന്ന് പറഞ്ഞ രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ പേര് കൊടുത്തത്. അവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സാധനങ്ങൾ നമ്മൾ പോകുന്നില്ല, പേരിലൊന്നും ഒരു കാര്യം ഇരിക്കുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് അതിൽ എന്താ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മളെ കയ്യിൽ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിസ് ഉണ്ട്, ഒരു വെക്ടർ സ്പേസ് ബി, അതിനൊരു ബേസിസ് ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു ഓർത്തോഗണൽ ബേസിസ് ജനറേറ്റിംഗ് എ ഓർത്തോഗണൽ ബേസിസ്. അപ്പൊ നമുക്ക് കിട്ടിയ എടുക്കുന്ന ബി എന്ന് പറയുന്ന ഒരു ബേസിസ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഓർത്തോഗണൽ ബേസിസ് ജനറേറ്റ് ചെയ്യണം. ഓർത്തോഗണൽ ബേസിസ് ജനറേറ്റ് കഴിഞ്ഞാൽ അത് ഓർത്തോനോർമൽ ആക്കാൻ വലിയ പണിയൊന്നുമില്ല. നേരത്തെ നമ്മൾ പഠിച്ചു ഒരു വെക്ടറിനെ എങ്ങനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റുക, എങ്ങനെയാ നോമ് 1 ആക്കി മാറ്റുക, അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ മുന്നത്തെ സെക്ഷൻ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഒന്നുമില്ല, ഗ്രാം-ഷീറ്റ് ഓർത്തോഗണൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ടാവും. ആ ബേസിസിന് ഓർത്തോ നോർമൽ ആയിട്ടുള്ള ഒരു ബേസിസിനെ കൺസ്ട്രക്ട് ചെയ്യുക. ആ മെത്തേഡാണ് നമ്മൾ ഗ്രാം-ഷീറ്റ് ഓർത്തോഗണൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബേസിസ് ഉണ്ടാവും, അതിന് ഓർത്തോഗണൽ ആയിട്ടുള്ള ബേസിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ഇക്വേഷൻ ഫോർമുലയുണ്ട്, അത് ജസ്റ്റ് പുട്ട് ചെയ്താൽ മതി, കിട്ടും. പിന്നെ ഓർത്തോഗണൽ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓർത്തോ നോർമൽ ആക്കാൻ അതിന്റെ ഒക്കെ നോമ് 1 ആക്കിയാൽ മതി. അപ്പോൾ അതിന് ആ വെക്ടറിനെ നമ്മൾ എന്താ ചെയ്യുക? യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റിയാൽ മതി. അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ടൂളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മെത്തേഡ് എന്താണ്? കൺസ്ട്രക്ടിങ് എൻ ഓർത്തോഗണൽ ബേസിസ് ഫോർ R2. R2ന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക? അപ്പൊ നമുക്ക് ബി എന്ന് പറഞ്ഞിട്ട് ഒരു U1 U2 എലമെന്റ് ആയിട്ട് 2 എലമെന്റുള്ള ഒരു R2ന്റെ ഒരു ബേസിസ് ഉണ്ട്.
ഈ ബേസിസ് എന്തല്ല, ഓർത്തോഗണൽ ബേസിസ് അല്ല. അപ്പൊ ഈ ബേസിസിനെ എങ്ങനെ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഓർത്തോഗണൽ ബേസിസിനെ നമ്മൾ എന്ത് ചെയ്യും, ബി ഡാഷ് എന്ന് വിളിച്ചു. ബിന്ന് നമ്മൾ ബി ഡാഷിലേക്ക് എങ്ങനെയാണ് ബിന്ന് എങ്ങനെ ബി ഡാഷ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബി ഡാഷിന്റെ V1 ഉം V2 ഉം കാണണം. അതിലെ V1 എന്ന് പറഞ്ഞാൽ നമ്മളെ U1 തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. നമ്മളെ ഓർത്തോനോർമൽ അല്ലാത്ത ബേസിസിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കോർഡിനേറ്റ് തന്നെയായിരിക്കും നമ്മളെ ഓർത്തോഗണൽ ആയ ബേസിന്റെയും പറയാം. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, ഒരു V2 എന്ന് പറഞ്ഞ സെക്കൻഡ് എലമെന്റ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നാണ്. V2 കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ U2 ഉണ്ടല്ലോ, നമുക്ക് തന്ന ബേസിസിലെ സെക്കൻഡ് കോർഡിനേറ്റ് U2 എന്ത് മൈനസ് ചെയ്യുക, U2 ഡോട്ട് പ്രോഡക്റ്റ് V1, U2 ഇന്നർ പ്രോഡക്റ്റ് V1 ബൈ V1 ഇന്നർ പ്രോഡക്റ്റ് V1. ഇതെന്താ, ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് നമുക്കൊരു സ്കേലാർ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കേലാർ കിട്ടും. V1 ഇന്നർ പ്രൊഡക്റ്റ് V1 എന്ന് പറഞ്ഞാൽ നോമ് V1 സ്ക്വയർ എന്നാട്ടോ വരിക. ഓക്കെ, ഇതിനെ നമുക്ക് ഇതൊരു രണ്ട് സ്കേലാർ ആയി, ഇന്ന സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് V1 തന്നെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മൾ അൽജബ്രിക് സാധനങ്ങളോട് അൽജബ്രിക് എക്സ്പ്രഷൻ ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ U1 U2 V1 എന്താ വെച്ചാൽ അത് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് R2ന്റെ ബേസിസ് തന്നിട്ടുണ്ട്, അവിടുന്ന് എങ്ങനെ ബി ഡാഷ് ആയിട്ട് അത് ഓർത്തോഗണൽ ബേസിസ് ഉണ്ടാക്കാന്നാ ചോദിച്ചത്. V1 എന്ന് പറഞ്ഞാൽ U1 തന്നെയായിരിക്കും. ഇനി സെക്കൻഡ് എലമെന്റ് കാണാൻ V2 ഇസിക്കൽ ടു എന്താ, നമ്മളെ U2 സെക്കൻഡ് ബേസ് എലമെന്റ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യേണ്ട എന്താ, ഒരു V1 ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. V1 എന്ന് പറഞ്ഞാൽ U1 എന്നുണ്ട്. ആ V1ന്റെ സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കേലാറിന് എന്തായിരിക്കും, അത് U2 ഇന്നർ പ്രൊഡക്റ്റ് V1 ബൈ V1 ഇന്നർ പ്രൊഡക്റ്റ് V1. V1 എന്ന് പറഞ്ഞാൽ ഇവിടെ U1 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇവിടുത്തെ U1 U2 മാത്രം ഉപയോഗിച്ച് നമുക്ക് V1 V2 എന്ന രണ്ട് വെക്ടേഴ്സ് കിട്ടി. ഈ രണ്ട് വെക്ടേഴ്സ് V1 V2 ആയിട്ട് സെറ്റ് ബി ഡാഷ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ബി ഡാഷ് എന്ന് പറയുന്ന സെറ്റ് അതൊരു ഓർത്തോഗണൽ ബേസിസ് ആയിരിക്കും. ഓക്കെ, അത് എന്താന്ന് ജസ്റ്റ് V1 നിങ്ങളൊന്ന് V1 ഇന്നർ പ്രോഡക്റ്റ് V2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇതിലേക്ക് കൊടുത്ത ഇതിനെ V1 നോട് ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താവുന്ന കാണാം നിങ്ങൾക്ക്. ഇതൊക്കെ സീറോയിലേക്ക് ഇന്നർ പ്രോഡക്റ്റ് പോകുന്ന കാണാം കേട്ടോ. ഇതിന്റെ ഒരു പ്രൂഫിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓക്കെ, ഇനി R2ന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇത് R3ന്റെ കേസാണെങ്കിൽ ആദ്യം നമ്മൾ അതിൽ U1 U2 U3 എന്ന് പറഞ്ഞിട്ട് ഒരു എന്തുണ്ട്, ബേസിസ് ഉണ്ട്. ആ ബേസിസിന് നമ്മൾ ബി ഡാഷ് എന്ന് പറഞ്ഞിട്ട് V1 V2 V3 എന്ന് പറയുന്ന ഒരു ഓർത്തോനോർമൽ ആയിട്ടുള്ള ഒരു ഓർത്തോഗണൽ ആയി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഓർത്തോഗണൽ ബേസിസ് ആണ് നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഇനി ഈ ബേസിസ് ഇങ്ങനെ ഓർത്തോ നോർമൽ ആക്കണേ എന്ത് ചെയ്താൽ മതി, V1 ഉം V2 നും എന്തായത് യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. യൂണിറ്റ് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, അതിനെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഇതിന് മുന്നേ യൂണിറ്റ് വെക്ടർ ഒക്കെ ഡിഫൈൻ ചെയ്ത ഭാഗം നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ R3ന്റെ കേസിൽ ഇതാ നമ്മൾ ഫസ്റ്റ് ബി ഡാഷിലെ V1 V2 V3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഈ നമ്മളെ V1 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ U1 തന്നെയായിരിക്കും. ഓക്കെ, V1 എന്ന് പറയുന്നത് നമ്മുടെ U1 തന്നെയാണ്. V2 എന്ന് പറയുന്നത് U2 സെക്കൻഡ് എലമെന്റ് മൈനസ് ചെയ്യാൻ എന്ത്, U2 ഇന്നർ പ്രോഡക്റ്റ് V1 ബൈ V1 ഇന്നർ പ്രോഡക്റ്റ് V1 ഇൻറ്റു V1. ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിന്റെ V2നെ കൺസ്ട്രക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് V3 കാണുമ്പോൾ എന്ത് വേണം, U3 എന്നാണ് മൈനസ് ചെയ്യേണ്ടത്. U3 എന്ന് മൈനസ് ചെയ്യേണ്ട U3 ഇന്നർ പ്രൊഡക്റ്റ് V1 ബൈ V1 dot V1 into V1 minus U3 inner product V2 and by V2 inner product V2. ഇതിനൊരു ഓർഡർ ഉണ്ട് കണ്ടോ. ഇനി V4 ആകുമ്പോൾ നമുക്ക് ഇതിന്റെ അതേ ഓർഡറിൽ വെച്ച് പറഞ്ഞാൽ മതി. V2 കാണാൻ U2 എന്ന് മൈനസ് ചെയ്യണം. U2 എന്ന് മൈനസ് ചെയ്യേണ്ട എന്താ, V1 നോട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത ടേം ഇൻറ്റു V1. ഇനി V3 കാണാൻ നമുക്ക് U3 അതായത് V3 എന്ന തേർഡ് എലമെന്റ് ആയ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് കൺസിഡർ ചെയ്യുന്ന തേർഡ് എലമെന്റ് കാണാൻ എന്ത് ചെയ്യണം, U3 എന്ന് മൈനസ് ചെയ്യാം. U3 എന്ന് മൈനസ് ചെയ്യേണ്ട ഏതൊക്കെയാ, U3 ഡോട്ട് V1, U3 നോടാണ് V1 ആയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യേണ്ടത് ബൈ V1 ബൈ V1 ഇൻറ്റു V1 മൈനസ് ഇതേപോലെ U3 നോട് V2 ഇന്നർ പ്രൊഡക്റ്റ് ചെയ്യുക ബൈ V2 ഇന്നർ പ്രൊഡക്റ്റ് V2 ഇൻറ്റു V2. ഈ ഒരു ഇക്വേഷൻ എന്താണ് നടക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഈ ഇക്വേഷനിൽ എന്താണ് നടക്കുന്നത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇപ്പൊ നോക്കുക, നമ്മളിവിടെ കണ്ടോ U1 U2 U3 ഈ U1 U2 U3 മാത്രം
U1 U2 U3 V1 കാണാം, V2 കാണാം, U2 എന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ഈ സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിലുള്ള ഈ ഒരു ബേസിസ് മാത്രം വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ബേസ് ഈ ഒരു 3 V1 V2 V3 നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പൊ ഈ V1 V2 V3 എന്താണ്? അതൊരു ഓർത്തോ നോർമൽ ബേസിസ് ആണ്. അപ്പൊ നമ്മളൊരു ബേസിസ് നിന്ന് ഓർത്തോ നോർമൽ ബേസിസ് എങ്ങനെ കൺസിഡർ ചെയ്യുന്നത് മനസ്സിലായി. നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഫോളോ ചെയ്താൽ മതി അല്ലെ. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നതെന്ന്. ഇതൊരു വലിയൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ജസ്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഫസ്റ്റ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആഡ് ചെയ്യുക, അങ്ങനത്തെ സിമ്പിൾ ആൽജിബ്രിക് ഇക്വേഷൻ മാത്രമാണ് ഇതൊക്കെ കേട്ടോ. ഇക്വേഷൻ്റെ ഒരു വലിപ്പം കണ്ട് ഭയപ്പെടണ്ട. അപ്പോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ ഇത് R2യുടെ ഒരു ബേസിസ് ആണ്, R2യുടെ ബേസിസ് ആണ്. ഇതൊരു ബേസിസ് ആണെങ്കിൽ ട്രാൻസ്ഫോം ബി ഇൻറ്റു ഓർത്തോനോർമൽ ബേസിസ്. ഈ ബേസിസിനെ ഓർത്തോനോർമൽ ബേസിലേക്ക് മാറ്റാം. ഒന്നുമില്ല, നേരത്തെ ഇവിടെ U1 U2 ആണ്. ആ U1 U2 പകരം ഓരോ എലമെന്റ് തന്നു അല്ലെ. അപ്പൊ നേരത്തെ കൊടുത്ത ഇക്വേഷൻ പോലെ നമ്മൾ U1 നിന്ന് -3 U1 -1 U2 -1 കിട്ടി. ഇവിടുന്ന് നമുക്ക് V1 ഉം V2 കാണും. V1 ഉം V2 ന്റെ സെറ്റ് എന്തായിരിക്കും? ഓർത്തോനോർമൽ ബേസ് ആയിരിക്കും അല്ലെ. അപ്പൊ V1 എന്ന് പറഞ്ഞാൽ U1 തന്നെ, അത് -3 ഇനി V2 കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എന്താണ്? U2 U2 inner product V1 by V1 inner product V1 into V1. അത് നമ്മൾ അതുപോലെ ചെയ്യുന്നു. U2 -1 and U2 inner product U2 ഒക്കെ U2 V1 ഒക്കെ എന്താ പുട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ inner product ഒക്കെ V1 ഒക്കെ എന്താണ് നമ്മളെ എലമെന്റ്സ് മാത്രം കൊടുക്കുന്നു. ഇത് എഴുതി വെക്കുക. നമുക്ക് എപ്പോഴും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതി വെക്കുക. കാരണം നമ്മൾ എക്സാം സമയത്ത് നമ്മൾ അത്യാവശ്യം ടെൻഷൻ അടിച്ച് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പൊ തെറ്റിപ്പോയാലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, ആൻസർ മാത്രമാണ് തെറ്റെങ്കിൽ നമുക്ക് എന്തായി ഒരു മാർക്ക് അവിടെ ചെറിയ മാർക്കേ പോകും, നമ്മുടെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെ. അപ്പൊ ഇത് ചെയ്ത് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 3 - സ്കെയിലാർ ആണ് വരിക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെറ്റ് ആയിരിക്കും -10/13 and -15/13. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? V1 V' നമ്മൾ ഓർത്തോനോർമൽ ബേസിസിനെ അവിടുന്ന് ഓർത്തോഗണൽ ബേസിസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്ക് B' കിട്ടി. ഇതിപ്പോ എന്താ? ഓർത്തോഗണൽ ബേസിസ് ആണ്. ഇതിനെ നമുക്ക് എന്ത് വേണം? ഓർത്തോ നോർമൽ ആക്കണം. നോർമൽ ആവണമെങ്കിൽ എന്ത് വേണം? അതിന്റെ എലമെന്റ്സ്, ഈച്ച് എലമെന്റ്സിന്റെ നോം 1 ആകണം. അപ്പൊ യൂണിറ്റ് വെക്ടർ ആവണം. ഓർത്തോഗണൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരണമെന്നുള്ളത്. അതിന് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ ചെയ്യാം. ഇനി ഇതിനെ ഓർത്തോ നോർമലും കൂടി ആക്കണമെങ്കിൽ ഈ ബേസിസിലെ എലമെന്റിനൊക്കെ നോം 1 ആക്കണം. ഈ ബേസിലെ എലമെന്റിനൊക്കെ നമുക്ക് യൂണിറ്റ് വെക്ടറിലേക്ക് മാറ്റണം. ആ യൂണിറ്റ് വെക്ടറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് എടുക്കുന്ന ഈ ഒരു V1 നമുക്ക് മാറ്റാൻ, W1 നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? W1 എന്ന് പറഞ്ഞാൽ B'' ഓർത്തോനോർമൽ ആയിട്ടുള്ള ബേസിസിനെയാണ് നമ്മൾ W1 W2 എന്ന് പറയുന്നത് കേട്ടോ, അതിലത്തെ എലമെന്റിന്. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ എന്ത് ചെയ്താൽ മതി? V1 by എന്താണ്? നമ്മളെ നോമിനെ റെസിപ്രോക്കലിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നോം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യമാണ്, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ -3 നമ്മൾ എന്ത് ചെയ്യുന്നു? V1 ഉം V2 നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ V1 -3 ആയിരുന്നു. -3 by അതിന്റെ നോം കാണുന്നു -3² + 2² ഇതിന്റെ റൂട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ -3/√30 2/√30 ഇതിന്റെ ഒരു നോം കണ്ടു കഴിഞ്ഞാൽ 1 വരിക അല്ലെ. അതേപോലെ W2 എന്തായിരുന്നു? നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞതായിരുന്നു നമ്മളെ എന്ത് W2 എന്ന് പറയുന്നത്. ആ W2 ഇതേപോലെ തന്നെ അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് യൂണിറ്റ് വെക്ടർ ആയി മാറുന്നു. ഓക്കെ, അപ്പോ ഓർത്തോ നമുക്കൊരു ബേസിസ് കിട്ടി, അതിനെ ഓർത്തോ നോർമൽ ബേസിസിലേക്ക് മാറ്റാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ജസ്റ്റ് പുട്ട് ചെയ്യുക. അതിനെ ഓർത്തോ നോർമൽ ആക്കാൻ, ഓർത്തോഗണൽ ആക്കാൻ വേണ്ടി, ഒരു ബേസിനെ ഓർത്തോഗണൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഓർത്തോഗണലിനെ ഓർത്തോ നോർമലിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് W1 W2 ഓർത്തോനോർമൽ ബേസിസ് നമ്മൾ ഉണ്ടാക്കി B അല്ലേ. In the above problem, we are free to choose either vector in U1 U2 as vector. However, by choosing അത് V1 V2 ഒക്കെ നമുക്ക് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് എടുക്കാം. അതൊക്കെ അതും വിഷയമല്ല. നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇവിടെ R3ന്റെ കേസ് ഒന്നുമില്ല. R3ന്റെ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനെ ഓർത്തോ നോർമൽ ബേസിലേക്ക് മാറ്റണം. അപ്പൊ ആദ്യം V1 എന്ന് പറഞ്ഞാൽ U1 തന്നെയായിരിക്കും. U1 1 എടുത്ത് V2 കാണാൻ U2 എന്ന് മൈനസ് ചെയ്യുക. ഇക്വേഷൻ അതുപോലെ പുട്ട് ചെയ്യുക. ആൽജിബ്രിക് മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യുക. കുറച്ച് അൽജിബ്രിക് എക്സ്പ്രഷനിലൂടെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് നോക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അവസാനം V2 കിട്ടി. അതേപോലെ തന്നെ V3 കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. V3ന്റെ ഇക്വേഷനിൽ കൊടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ഒന്നും തെറ്റിക്കാണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് V3 കിട്ടും. അതിനെ പിന്നെ നമുക്ക് എന്ത് വേണം? അതിനെ നമ്മുടെ ഓർത്തോഗണൽ
ബേസിസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതെന്തായി, ഓർത്തോഗണലും ആയി. ഓക്കെ, അപ്പൊ പ്രോബ്ലത്തിലൊക്കെ ചെയ്യുന്ന ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. R2 ആയാലും R3 ആയാലും അതിനെ ഓർത്തോഗണൽ ബേസിസിലേക്ക് മാറ്റാനുള്ള ഒരു ഇക്വേഷൻ നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അവിടെ U1 V2 U1 U2 U3 ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ അതുപോലെ നമ്മൾ കൊടുക്കുന്നത്. R2ന്റെ കേസ് ആണെങ്കിൽ അതാ നമുക്ക് അതിന് കൃത്യമായിട്ട് ഇക്വേഷൻ ഉണ്ട്, നമ്മൾ അതിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ R2 R3 ഒക്കെ എന്താണ് ഈ ഒരു കേസിൽ R2 R3 ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നുള്ളൂ. ഗ്രാംഷി പ്രോസസ് ഈ n സ്പേസിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. അപ്പൊ മനസ്സിലാക്കുക, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത ഓർത്തോ നോർമലിലേക്ക് മാറില്ല, അത് ഓർത്തോഗണൽ ബേസിസേ ആവുള്ളൂ. ഒരു ബേസിസിനെ ഓർത്തോഗണലിലേക്ക് മാറ്റാനാണ് ഈ രണ്ട് ഇക്വേഷൻ. R2 R3 ബേസിസിനെ ഓർത്തോഗണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഓർത്തോ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ നോമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് കൂടി ഉണ്ട്, അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു വെക്ടർ സ്പേസിന്റെ ഈ ഒരു സിലബസിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഗ്രാംഷി ഓർത്തോഗണൈസേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഒരു ഓൺലൈനിന്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു PDF വെച്ച് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാനിത് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങളെ പഠനത്തിനെ ബാധിക്കരുത്. നിങ്ങൾ തന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഒട്ടുമിക്ക സാധനങ്ങൾ സ്കിപ്പ് ചെയ്ത് നമ്മൾ തുടക്കത്തിൽ കൃത്യമായിട്ട് എക്സാമ്പിളുകളൊക്കെ പറഞ്ഞാണ്. ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോഴും അതിന്റെ ഇൻഡിപെൻഡൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ ചെയ്ത അതേ മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡുകളിലൊന്നും മാറ്റില്ല, ജസ്റ്റ് സംഖ്യകൾ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കി വിടുന്നത്. ഓക്കെ, സോ എന്തായാലും ഇപ്പോൾ നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊഡ്യൂള് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം വെക്ടർ സ്പേസിന്റെ കൺസ്ട്രക്ഷൻ, ബേസിസിലെ ഓർത്തോനോർമൽ സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വെക്ടർ സ്പേസിന്റെ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും താങ്ക് യു.